സാറേ കിട്ടി. കിട്ടിയോ? അവിടെ എങ്ങനെയുണ്ട്? ജയപ്രകാശിന്റെ വീട്ടിൽ എല്ലാരും ഹാപ്പിയാണെന്ന്. അവൻ ഹാപ്പിയാണെങ്കിൽ സംഗതി ലീക്കായി കാണും. ജയപ്രകാശ് ഹാപ്പി ആണെങ്കിൽ സാറും ഹാപ്പിയാണ്. അത് മതി എനിക്ക്. ഒന്നിറങ്ങിപ്പോടോ. ആരാണത്? എന്നെ ഇടാന്നോ? എടാ പന്നി. സാറേ എന്താ സാറേ? എന്റെ 16. എന്താ ഇത്? അയ്യോ ദേ അവള്. സാറേ ഞാൻ കണ്ടു. എന്ത് കണ്ടു? വീഡിയോ. എങ്ങനെ കണ്ടു? ചാക്കോ കാണിച്ചു തന്നു. അവനെ ഇന്ന് ഞാൻ. ഹലോ ഹായ്. 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 മന്ത്രി എന്താ ഇങ്ങനെ കുളിച്ചില്ലേ? എപ്പോഴാ വന്നേ? ഞാനിപ്പോ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? സർപ്രൈസ് തരാൻ ഞാൻ സുന്ദരനെ വിളിച്ചിരുന്നു. അവനെ ഇപ്പൊ എന്നോട് പറഞ്ഞേ. അവനെ ഇന്ന് ഞാൻ. അല്ല നന്നായി വന്നത്, നന്നായി എന്ന് പറയായിരുന്നു. എന്താ ബോണി പറഞ്ഞു? അല്ല അവനും പറയായിരുന്നു വന്നത് നന്നായെന്ന്. ഇപ്പൊ ഒരു ചായ എടുക്ക്. പിന്നെ ഇതിനെ എങ്ങനെയും പറഞ്ഞു വിടാൻ നോക്ക്. ഞാൻ അങ്ങനെ പറഞ്ഞു വിടാനാ? എന്നെ കാണാനല്ലോ വന്നത്. അതെ ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു. കണ്ടോ? അതേതാ സ്ഥലം? അത് ഇവിടെയല്ലേ? എല്ലാവരും കൂടി ഇവിടെ വന്നോ? എല്ലാരും കൂടിയോ? അവരൊന്നും ഇങ്ങോട്ട് വരാറില്ലല്ലോ. നിങ്ങളല്ലേ? ഞാൻ അറിയാതെ ആ വീഡിയോ എടുത്തു പോയി. അതിനെന്താ, കുട്ടികളുടെ ബർത്ത്ഡേ വീഡിയോ എടുക്കുന്നത് എപ്പോഴും നല്ലതല്ലേ? പിന്നീട് എപ്പോഴേലും കാണാലോ. ഞാനും. എന്തിന്? ഒന്നുമില്ല. അതെ നീ പോയി ചായ എടുക്ക്. ചായ എടുക്ക്. അതെ അഭിജ, നീ ഇപ്പൊ തൽക്കാലം പോ. ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. അതെന്താ ഞാനിപ്പോ ഇവിടെ നിന്നാല്? അതെ അഭിജ, പുറത്ത് കണ്ടില്ലേ പ്രവർത്തകരൊക്കെ വലിയൊരു മീറ്റിംഗ് നടക്കാൻ പോവാ. IG ഒക്കെ ഇപ്പൊ വരും. നീ ഇപ്പൊ പോ, ഞാൻ നിന്നെ പിന്നെ വിളിച്ചോളാം. ഒരു മിനിറ്റ്. അതെ എന്തായി? പാലക്കാടോ? അവന്റെ നാട്ടിലോട്ട് ആളായേക്കേ. ഒന്ന് വേഗം വേണം. ഞാനിവിടെ തീയതിയിലുണ്ട് നിൽക്കുക. അത് ബേബി അല്ലേ? അല്ല. അതെ. എന്തിനാ ഇത്ര ടെൻഷൻ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ തെരഞ്ഞെടുപ്പ് അടുത്തോണ്ടിരിക്കല്ലേ. പൊക്കോ. എന്റെ കമ്പനിയുടെ കാര്യം. മറ്റേ കോൺട്രാക്ട് അല്ലേ, അത് ഞാൻ ഏറ്റു. അതുപോലെ ആ രാകേഷിന്റെ സീറ്റിന്റെ കാര്യം. അവനോട് പോയി നീറ്റ് എഴുതാൻ പറ. അല്ല നീറ്റ് എഴുതിയില്ലെങ്കിൽ ഞാൻ അവന് മേടിച്ചു കൊടുക്കും. അത് ഉറപ്പാ. ഇനി പൊക്കോ. പോയിട്ട് കാണല്ലോ. ചേച്ചി വരണ്ടോ? എവിടെ? മാലെടുത്ത് കൊടുത്താ നീ എന്താ രാവിലെ തന്നെ? നീ എന്താ ഫോൺ എടുക്കാണ്ടിരുന്നേ? മെസ്സേജും ചെയ്തില്ല. എടിയത് നല്ല തിരക്കായിരുന്നു. അതെ ഞാൻ പൊട്ടത്തിയൊന്നും അല്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ കളിയൊക്കെ. കുറച്ച് ദിവസമായി നീ ഇത് തുടങ്ങിയിട്ട്. എടോ എനിക്കും ഇങ്ങനൊക്കെ ചെയ്യാനറിയാം, മനസ്സിലായാ? പിന്നെ നിന്നെ അമ്മ അന്വേഷിച്ചിരുന്നു. എന്തിന്? നീ ചെടിയോ മറ്റോ കൊടുക്കാന്ന് പറഞ്ഞായിരുന്നില്ലേ? അതൊന്ന് വെറുതെ നിന്നെ കാണാൻ വേണ്ടി പറഞ്ഞല്ലേ. അപ്പൊ എന്നെ കാണണ്ടേ? എടാ താനെന്തിനാ എഴുതാപ്പുറം വായിക്കണത്? അല്ല വെറുതെ പറയുന്ന സ്വഭാവം നിനക്കുണ്ടെന്ന് മനസ്സിലായി. വീട്ടിലെ സിറ്റുവേഷൻ വളരെ സീരിയസ് ആണ്. ഞാൻ എല്ലാം നിന്നോട് തുറന്നു പറഞ്ഞു. എന്നിട്ടുമാണ് നിന്റെ ഈ കളി. ആ പാലക്കാട് നിന്ന് വന്നിട്ടുള്ള കല്യാണ ആലോചന അച്ഛനമ്മയ്ക്കൊക്കെ എന്ത് താല്പര്യമാണെന്ന് നിനക്കറിയോ? വീട്ടിലെഴുന്നേറ്റ് ഉടൻ തുടങ്ങും അതിനെ ചൊല്ലിയുള്ള ബഹളം. ഓസ്ട്രേലിയ, സ്വന്തം വീട്, അച്ഛന്റെ കാറ്, മണ്ണാങ്കട്ട എന്നിങ്ങനെ കുറെ കുറ്റം കാര്യങ്ങൾ എല്ലാം കൂടെ വലിച്ചെറിഞ്ഞെനിക്ക് എങ്ങോട്ടെങ്കിലും ഓടിപ്പോവാൻ തോന്നുവാ. അതിനിടയ്ക്ക് നീയും കൂടി ഇങ്ങനെ കളിച്ചാ ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും തോന്നണില്ല. നീ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? എടോ വീട്ടുകാരെല്ലാം പറയണത് നമ്മുടെ നന്മയ്ക്ക. അതാദ്യം കഴിക്കും പിന്നെ മതിരിക്കും. അപ്പൊ അതുകൊണ്ട് വീട്ടുകാർ പറഞ്ഞ അന്തസ്സുള്ള ഓസ്ട്രേലിയക്കാരനെ കല്യാണം കഴിച്ചിട്ട് സുഖമായിട്ട് ജീവിക്കും. ഞാൻ പ്രാർത്ഥിക്കാം. എന്താണ്? അമ്മൂന്റെ കാര്യം ഭയങ്കര കഷ്ടത്തിലാണ്. അതിലും കഷ്ടത്തിലാണ് എന്റെ കാര്യം. നിന്റെ കാര്യം അവിടെ ആദ്യമേ അവളുടെ കാര്യം.
എടാ ഈ നാട്ടിൽ കല്യാണത്തിന് പെണ്ണിന്റെ സന്തോഷത്തിനേക്കാളും പ്രാധാന്യം കൊടുക്കുന്നേ അവരുടെ അന്തസ്സിനാ. അത് നമ്മൾ സംബന്ധിച്ച് കൊടുക്കരുതടാ. അവൾക്ക് ഒരാൾ ഇഷ്ടമാണ്, ഞാൻ കല്യാണം നടത്തി കൊടുക്കണമെന്നേ അതല്ല വേണ്ടത്. എന്നാ ഞാൻ എന്റെ കാര്യം വീട്ടിൽ നിന്റെ കാര്യം വേണ്ടി പറയണ്ട, അടിയുടെ പെരുന്നാളായിരിക്കും. എനിക്ക് പേടിയാണ്. പക്ഷെ ഇതൊന്നും അന്തസ്സല്ല. അന്തസ്സുണി പൈസ ഉണ്ടാക്കണം, പൈസ വേണേൽ ബിസിനസ് ചെയ്യണം. നമുക്ക് അന്ന് ഉറക്ക 6 വാഷ് ചെയ്തല്ലോ. എടാ അതിന് പൈസ വേണ്ടേ? ആ ദേവരനെ എന്താണ് ഒരു വൈക്ലഭ്യം? ഒന്നുമില്ല, പോയാരെന്തേ? ആ അത് ഡീലായി. 2:30 ഇതാ നിന്റെ 30. പിന്നെ നല്ലൊരു കോള് വന്നിട്ടുണ്ട്. ഒരു സായിപ്പ് ഉണ്ട് എറണാകുളത്ത്. പുള്ളിക്കാരൻ്റെ അപ്പനപ്പന്മാരായിട്ട് ഇവിടെയാണ്. പുള്ളിക്കാരൻ ലണ്ടനിൽ എന്തോ പഠിത്തമൊക്കെ കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്. അയാൾക്ക് നല്ല ഒരു ഓടുന്ന കണ്ടീഷനിലുള്ള വിൻറ്റേജ് കാർ വേണം. വിൻറ്റേജ് കാർ എന്ന് പറയുമ്പോൾ എത്ര പഴയ കാറാണോ അത്രയും പൈസ കൂടുതൽ കിട്ടും. പക്ഷെ ഓടുന്ന കണ്ടീഷൻ ആയിരിക്കണം. എടാ അതിപ്പോ എവിടെ നിന്ന് കിട്ടുക? ഈ മോറിസ് മൈനർ, ബേബി ഹിന്ദുസ്ഥാൻ അങ്ങനത്തെ പഴയ സാധനങ്ങളില്ലേ. പക്ഷെ അത് എവിടെ നിന്ന് കിട്ടും? എടാ ഈ സെക്കൻഡ് ഹാൻഡ് ഷോറൂമിലൊക്കെ ഞാൻ വിളിച്ചു ചോദിച്ചു. പക്ഷെ 8-10 ചോദിക്കുന്നത്. നമുക്കൊന്നും കിട്ടപ്പോൾ ഉണ്ടാവില്ല. അതിപ്പോ അവിടെ നിന്ന് കിട്ടാ? അടിച്ചു മാറ്റിയാലും കുഴപ്പമില്ല. സായിപ്പ് അത്ര ഡീസന്റ് ഒന്നുമല്ല. അടിച്ചു മാറ്റാനാ? ഈ എന്താണോ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ. അതല്ല, എത്ര കിട്ടും? ഒരു 50-50 എടുക്കാം. 3 നിൽക്കും 3 എനിക്കും. ഓക്കെ. ആടാ കുറച്ച് കഴിഞ്ഞ് വർക്ക്ഷോപ്പിലോട്ട് വാ. കല്യാണം ഉറപ്പിച്ച എന്റെ പാർട്ടിയുണ്ട്. പൈസ കിട്ടിയില്ലേ? തരണില്ലേ? ഇല്ല. വാങ്ങട്. ഹൈ ചിരിക്കണ ഗാന്ധി. ബോസ് പഞ്ചവർണ്ണൻ. സാധനമൊക്കെ സേഫായ സ്ഥലത്തുണ്ട്. അതിനുമുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? പൈസയുടെ കാര്യം. അതല്ല, എനിക്ക് 5 കോടി വേണം. അതിലുണ്ടോ പൈസ? 3 അല്ല 5 കോടി. ഇപ്പൊ ഒന്ന് കിട്ടിയില്ലേ? 3 4. ഇനി ഒന്നുകൂടി കിട്ടിയാ ശരിയാവില്ലേ? അടിയൊന്നും എനിക്ക് വലിയ പുത്തരിയൊന്നുമല്ല. 5 കോടി കിട്ടണം. കോൺഫാബുലേഷൻ കഴിഞ്ഞിട്ടൊന്ന് വിളിക്ക്. സദാശിവൻ വിളിക്കുന്ന പറഞ്ഞേക്കാം അവനോട്. പറയാം. സദാശിവൻ നിങ്ങളെ വിളിക്കും. സദാശിവനായാലും ശരി, പരമശിവനായാലും ശരി, എനിക്കെന്റെ 5 കോടി കിട്ടണം.